ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ പരിഷ്കരണത്തിലേക്ക് പോകാം. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ പ്രതിഷേധിച്ചവർക്ക് ഇന്ന് നിരാശപ്പെടേണ്ട ഒരു ദിവസമായിരുന്നു. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് വന്നു. അത് അനുകൂലമാകുമെന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ പ്രതീക്ഷ പോലെ അങ്ങനെ വിധി ഉണ്ടായില്ല. പുതിയ രീതിയുമായി മോട്ടോർ വാഹന വകുപ്പിന് മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് വന്നത്. എന്നാൽ ടെസ്റ്റ് ബഹിഷ്കരണത്തിൽ നിന്ന് ഒരു ചുവട് പോലും തങ്ങൾ പിന്നോട്ടില്ല എന്നാണ് സംയുക്ത സമരസമിതിയുടെ പ്രഖ്യാപനം. കടുത്ത പ്രതിഷേധത്തിലാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും തൊഴിലാളി യൂണിയനുകളും. തങ്ങളെ ആകെ പ്രതിസന്ധിയിലാക്കിയ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം വേണ്ട എന്ന നിലപാടിൽ നിന്ന് ഒരടി പിന്നോട്ട് മാറിയിട്ടില്ല അവർ. കോടതി വിധി പ്രതികൂലമായെങ്കിലും സമരം തുടരാൻ തന്നെയാണ് തീരുമാനം. മോട്ടോർ വാഹന വകുപ്പിന് പക്ഷേ കോടതി വിധി ആശ്വാസമായി. സംസ്ഥാനത്ത് ഇന്ന് ഒരിടത്തും ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നില്ല. കഴിഞ്ഞ ദിവസത്തേതുപോലെ ഇന്നും ഉദ്യോഗസ്ഥരെത്തി മടങ്ങി. രജിസ്റ്റർ ചെയ്തവരുടെ പേരുകൾ പല ആവർത്തി വായിച്ചെങ്കിലും ആരും ടെസ്റ്റിനെത്തിയില്ല. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഇന്നും ടെസ്റ്റിനായി വാഹനങ്ങൾ വിട്ടു നൽകിയതുമില്ല. ടെസ്റ്റ് മൈതാനങ്ങളും അടഞ്ഞുകിടന്നു. അതിനിടെയാണ് പുതിയ സർക്കുലറിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ഇടക്കാല ഉത്തരവ് വന്നത്. ഹർജിയിൽ ഉത്തരവ് വരുന്നതുവരെ സർക്കുലർ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം കോടതി തള്ളി. സർക്കുലർ പ്രഥമ ദൃഷ്ട്യാ കേന്ദ്ര മോട്ടോർ വാഹന ചട്ടങ്ങൾക്ക് വിരുദ്ധമല്ലെന്ന് ഹൈക്കോടതി വിലയിരുത്തി. മോട്ടോർ വാഹന വകുപ്പ് കോടതിയിൽ നൽകിയത് തെറ്റായ വിവരങ്ങളെന്ന് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സുജിത് കുമാർ. ഞങ്ങൾ എന്തായാലും അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ സർക്കുലർ പിൻവലിക്കും വരെ ഞങ്ങൾ സമരമാർഗമായിട്ട് മുന്നോട്ട് പോകും. സമരത്തിൻ്റെ ഭാവിയിൽ വരുന്ന മോഹങ്ങളെല്ലാം മാറാൻ ചാൻസ് ഉണ്ട്. തിങ്കളാഴ്ച ടെസ്റ്റുള്ള ദിവസമാണ്. ഞങ്ങൾ ഇതേ സമര രീതിയുമായിട്ട് മുന്നോട്ട് പോകും. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് തള്ളിപ്പോയത്. ഞങ്ങൾ സമരമാർഗങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നതിനാണ് തീരുമാനം. സർക്കുലർ പിൻവലിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് CITU ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നിലപാട്. ടെസ്റ്റ് ഗ്രൗണ്ടുകളുടെ നവീകരണം, വാഹനങ്ങളുടെ കാലാവധി 15 വർഷമായി കുറച്ചത്, പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണം കുറച്ചതുൾപ്പെടെയുള്ള പരിഷ്കരണങ്ങളൊന്നും തങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിയില്ല എന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറയുന്നത്. എന്നാൽ റോഡ് സുരക്ഷ കൂടുതൽ ശക്തമാക്കാനാണ് പുതിയ പരിഷ്കരണമെന്ന് മോട്ടോർ വാഹന വകുപ്പും മന്ത്രി KB ഗണേഷ് കുമാറും പറയുന്നു. ഇടക്കാല വിധി വന്നതിന്റെ പശ്ചാത്തലത്തിൽ തിങ്കളാഴ്ച മുതൽ എങ്ങനെയും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനുള്ള നീക്കത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ്. അതേസമയം ടെസ്റ്റ് നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സമരക്കാർ. ടെസ്റ്റ് ബഹിഷ്കരണം ഇങ്ങനെ തുടർന്നാൽ ടെസ്റ്റ് നടത്തേണ്ടവരുടെ എണ്ണവും വർദ്ധിക്കും. അത് സർക്കാരിനെ കാര്യമായി ബാധിക്കുമെന്നതിൽ തർക്കമില്ല. പൊതുജനങ്ങളെയും അത് ബാധിക്കും. അതൊഴിവാക്കാൻ സർക്കാർ അടിയന്തരമായ ചർച്ചകൾക്ക് ഒരുങ്ങേണ്ടതുണ്ട്. പരിഷ്കരണം എപ്പോഴും നല്ലത് തന്നെ, പക്ഷേ അതാർക്കും ബുദ്ധിമുട്ടാകരുത്. അഖിൽ ഷാ അൻസാർ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. പരിഷ്കരിച്ച നിയമവുമായി മുന്നോട്ട് പോകാം എന്ന് കോടതി പറഞ്ഞെങ്കിലും ബഹിഷ്കരണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറയുന്നത്. കാരണം നമുക്ക് അവരുടെ ചില പ്രതികരണങ്ങൾ. നമുക്ക് എങ്ങനെയൊക്കെ ആയാലും റോഡിൽ അപകടങ്ങൾ കുറയണം. നമുക്ക് ഏറ്റവും പ്രൈം ഇമ്പോർട്ടൻസ് അതിനാണ്. നമ്മളിപ്പോൾ ടെസ്റ്റ് ഏത് തന്നെ ആയാലും അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ എത്രയോ ജീവനുകളാണ് പൊലിയുന്നത്. അപ്പം നമ്മളെ സമയത്തോളം ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കണം. ഏറ്റവും നല്ല രീതിയിൽ ഡ്രൈവിംഗ് അറിയാവുന്നവർ തന്നെ റോഡിൽ ഇറങ്ങണം. എൻ്റെ അഭിപ്രായത്തിൽ എന്ന് വെച്ചാൽ ഈ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് തന്നെ പലർക്കും തന്നെ വണ്ടി ഓടിക്കാൻ അറിഞ്ഞുകൂടാറുണ്ട്. എനിക്കറിയാവുന്ന പലരും ഉണ്ട്. വണ്ടി ഇത് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകുന്നു, പക്ഷേ റോഡിലിറങ്ങി ഓടിക്കാൻ അറിഞ്ഞാത്തൊരവസ്ഥ പലതരത്തും ഉണ്ട്. അപ്പോൾ അതിലൊരു മാറ്റം വേണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മാറ്റിയതുകൊണ്ട് കാര്യമില്ല, നന്നായിട്ട് ഓടിക്കാൻ പഠിക്കണം. അതിപ്പോൾ പഴയ രീതിയായാലും റോഡ് ടെസ്റ്റ് നടത്തുന്നുണ്ടല്ലോ. പിന്നെ അത് പുതിയ രീതി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. വ്യത്യാസമുള്ള രീതിയിൽ വരികയാണെങ്കിൽ അതുതന്നെയായിരിക്കും നല്ലത്. ഒരു ഇതുമില്ലാത്തവർക്കൊക്കെ ലൈസൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാറി കുറച്ചുകൂടി കഠിനമായ ടെസ്റ്റുകൾ വരണമെന്ന് തന്നെയാണ് അഭിപ്രായം. ഓഫീസർമാർക്കുള്ള ആ ഒരു കാഠിന്യം കുറയ്ക്കാൻ വേണ്ടിയാണല്ലോ ഇങ്ങനെ ഒരു ദിവസം ഇത്ര ടെസ്റ്റ് നടത്താമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. നല്ല അഭിപ്രായം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് പേർക്ക് ഈ പാർക്കിംഗ് ഇഷ്യൂസൊക്കെ അവർക്കൊന്നും അറിയത്തില്ല. ഒരുപാട് പേർക്ക്, അതിപ്പോൾ സ്ത്രീകളായാലും ശരി പുരുഷന്മാരായാലും ശരി, പാർക്കിംഗ് റെഡി ആവുന്നില്ല. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ പരിഷ്കരണത്തിൽ അതിനെക്കുറിച്ച് അതൊക്കെ ചെയ്ത് പഠിച്ചവർക്കേ പാസ്സാക്കി വിടുന്നുള്ളൂ. അപ്പം അതൊരു നല്ല പ്രവണതയായിട്ടാണ് തോന്നുന്നത്. പുതിയ പരിഷ്കാരം വരുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും. പെട്ടെന്ന് എല്ലാവർക്കും ലൈസൻസ് നേടി പരിശീലനം കുറഞ്ഞ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അവർ ഡ്രൈവിങ്ങിന് വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് ഇറങ്ങുകയാണ്. അപ്പോൾ അവർക്ക് പരിശീലനം കുറവുള്ള ആൾക്കാരാണ് ഇതിൽ കൂടുതലും ലൈസൻസ് പെട്ടെന്ന് നേടി വണ്ടിയായിട്ട് റോഡിൽ ഇറങ്ങുന്നത്. അത് പല പ്രാവശ്യവും ഗതാഗതത്തിന് തടസ്സമാണ്. പഴയ രീതിയാണ് നല്ലത്. പുതിയ രീതി പാടാണ് ഇത്തിരി. നമുക്കാകുമ്പോൾ പഴയ രീതി എളുപ്പമാണ് നമ്മളെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ. അല്ല പുതിയ രീതിയാണെങ്കിൽ അത് കഷ്ടപ്പാടായിരിക്കും. ഇപ്പോൾ ഉള്ള വണ്ടികൾ എടുക്കുന്നവർക്ക് അത് പാടായിരിക്കും. അതുകൊണ്ട് പഴയ രീതിയാണ് നല്ലത്.
കുറേ അധികം പ്രേക്ഷകർ യൂട്യൂബ് വഴി പ്രതികരിക്കുന്നുണ്ട്. ഷൈജ വർഗീസും ഉണ്ണി കാർത്തികനും ഒക്കെ ഗുഡ് ഈവനിങ് പറയുന്നു. ഷാനു പറയുന്നു ഗുഡ് ഈവനിങ് SKN, ഞാനിത് കാണാൻ തുടങ്ങിയത് ഇന്നു മുതലാണ്. ഞാൻ വിചാരിച്ചു മോർണിംഗ് ഷോയിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെയൊന്നും ഇല്ലെന്നേ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഇറങ്ങിക്കൂടെ. കാര്യങ്ങളൊക്കെ പറയാൻ ആവശ്യമായി വരുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് കടന്നു വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.